ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 1995 പുറത്തിറങ്ങിയ സിറ്റിസൺ എക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ക്രൈം ത്രില്ലർ ഹിസ്റ്ററി മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. 1978നും 1990നും ഇടയിൽ നടന്ന 52 പേരുടെ കൊലപാതകം, അതും ഒരാൾ ചെയ്തത്. അതിൽ പകുതിയും 17 വയസ്സിന് താഴെയുള്ള കുട്ടികളായിരുന്നു. 8 വർഷത്തോളം ഒരു സീരിയൽ കില്ലറിനെ അന്വേഷിച്ച് നടന്ന ഒരു യഥാർത്ഥ സംഭവം. സത്യം പറയാലോ, ഈ ഒരു മൂവി കണ്ടു തീർന്നപ്പോഴത്തേക്കും ആ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെയെല്ലാം നടക്കുമെന്ന് വിശ്വസിക്കാൻ പോലും കഴിഞ്ഞില്ല. അതുപോലുള്ള ഒരു മൂവി. അപ്പൊ ഈ ഒരു യഥാർത്ഥ സ്റ്റോറിയിൽ ഈ ഒരു കൊലയാളി അവരെങ്ങനെയാണ് പിടിച്ചത്, ഈ 8 വർഷം അവൻ എങ്ങനെയാണ് ഓരോ കൊലപാതകങ്ങൾ ചെയ്തത് എന്നെല്ലാം ഓരോ നിമിഷവും നമ്മളെ ടെൻഷൻ അടിപ്പിക്കുന്ന ഒരു ചിത്രമാണ്. അതുകൊണ്ട് മിസ് ചെയ്യാതെ നിങ്ങൾ കാണാൻ ശ്രമിക്കുക. അപ്പൊ അധികം താമസിക്കാതെ നമുക്ക് എന്തായാലും നേരെ സ്റ്റോറിയിലേക്ക് പോവാം. ഈ കഥയുടെ തുടക്കത്തില് 1982 ഒരു കൃഷിയിടം, അവിടെയാണെങ്കിൽ ഇപ്പോൾ വിളവെടുപ്പ് നടത്തുകയാണ്. അങ്ങനെ വിളവെടുക്കുന്ന ആ ഒരു വണ്ടിയും കൊണ്ട് ഈ ഒരു കൃഷിപ്പാടത്തിന്റെ ഉള്ളിലൂടെ പോകുമ്പോഴത്തേക്കും ആ ഒരു കൃഷിയിടത്തില് കുഴിച്ചു മൂടിയ അവസ്ഥയിൽ ഒരു സ്ത്രീയുടെ ശരീരം അവർക്ക് കിട്ടുകയാണ്. അങ്ങനെ അവിടെ നിന്ന് കിട്ടിയ ആ ഒരു സ്ത്രീയുടെ ശരീരം ഫോറൻസിക് സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള വിക്ടർ ബുറാക്കോവ് എന്ന് പറഞ്ഞ ഒരു ഡോക്ടറിന്റെ അടുത്തേക്ക് കൊണ്ടുവരും. അപ്പോൾ വിക്ടർ ആയാലും ആ ഒരു ഡിറ്റക്റ്റീവിനോട് ഓക്കെ, ഈ ഒരു പെൺകുട്ടിയുടെ ശരീരം കിട്ടിയത് ആ ഒരു കൃഷിയിടത്തിൽ നിന്നാണെന്നല്ലേ പറഞ്ഞു, അതിനടുത്തായിട്ട് നിങ്ങൾ എന്തെങ്കിലും പരിശോധിച്ചിരുന്നോ? അപ്പൊ ആ ഒരു ഡിറ്റക്റ്റീവ് പറയും, ഇല്ല, പരിശോധിച്ചില്ല. ശരി, അങ്ങനെയാണെങ്കിൽ ആ ഒരു സ്ഥലം മുഴുവനായിട്ട് പോയി പരിശോധിച്ചിട്ട് വാ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഡിറ്റക്റ്റീവിനെ പറഞ്ഞു വിട്ട് വിക്ടർ ഈ ഒരു ശരീരം പോസ്റ്റ്മോർട്ടം ചെയ്യാൻ തുടങ്ങാണ്. അങ്ങനെ ആ ഒരു പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട് ഓട്ടോപ്സി റിപ്പോർട്ട് റെഡിയാക്കിയിട്ട് ആ ഒരു കാര്യം സ്റ്റേഷനിലേക്ക് വിളിച്ചു പറയും. അപ്പോഴേക്കാണ് ഒരു പോലീസുകാരൻ അകത്തേക്ക് വന്നിട്ട്, സാർ, ഡിറ്റക്റ്റീവ് നിങ്ങളെ കാണണമെന്നാണ് പറയുന്നത്. അപ്പോൾ വിക്ടർ പറയും, ഇല്ല, 9 മണി വരെ ഉള്ളൂ, ഞാൻ എന്തായാലും പോവാൻ പോവാണ് എന്ന് പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് ആ ഒരു ഡിറ്റക്റ്റീവ് മറ്റൊരു ശരീരം ഇങ്ങനെ അകത്തേക്ക് കൊണ്ടുവരുന്നു. സമയമൊന്നും ഇനി നോക്കാനില്ല എന്ന് പറഞ്ഞിട്ട് കാണിക്കുമ്പോഴത്തേക്കും അടുത്തൊരു പോലീസുകാരൻ, പുറകെ തന്നെ അടുത്തൊരു ശരീരം, അത് കഴിഞ്ഞ് കാണിക്കുമ്പോൾ അടുത്തൊരു ശരീരം, വീണ്ടും അടുത്തൊരു ശരീരം, വീണ്ടും അടുത്തൊരു ശരീരം, ഇങ്ങനെ ഒരു 7 മൃതദേഹങ്ങളും കൂടി ഇതിനകത്തേക്ക് കൊണ്ടുവരാണ്. അതും ഈ ഒരു സ്ത്രീയുടെ ശരീരം കിട്ടിയല്ലോ ആ ഒരു കൃഷിയിടവും അതിനെ ചുറ്റിപ്പറ്റിയുള്ള പ്രദേശത്ത് നിന്നാണ് ഈ ഒരു 7 ശരീരം കൂടി കിട്ടിയിട്ടുള്ളത്. അപ്പോൾ 9 മണിക്ക് പോകാനായിട്ട് നിന്ന് നമ്മുടെ ഹീറോ ഈ ഒരു മൃതദേഹങ്ങൾ മുഴുവനായിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് ഇവിടെ നിന്ന് പോകാൻ കഴിയത്തുള്ളൂ. അങ്ങനെ വിക്ടർ ആയാലും ആ ഒരു ശരീരങ്ങൾ ഇപ്പോൾ പോസ്റ്റ്മോർട്ടം ചെയ്യാനായിട്ട് തുടങ്ങാണ്. അതുമല്ല, അവൻ ഓരോ ശരീരവും പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ അവൻ കണ്ടുപിടിക്കുന്ന കാര്യങ്ങളെല്ലാം അപ്പോഴപ്പോഴും തന്നെ റെക്കോർഡ് ചെയ്യും. ഇപ്പൊ ഇവരെ എല്ലാവരെയും ഈ ഒരു 7 പേരെയും കൊന്നിട്ടുള്ളത് പല രീതിയിൽ, ചിലരെ കത്തി കൊണ്ട് കുത്തി, കല്ലുകൊണ്ട് അടിച്ച്, ചില സ്ത്രീകളുടെ മാറിടങ്ങൾ കട്ട് ചെയ്തിട്ടുണ്ട്, പ്രൈവറ്റ് പാർട്ട് ഉണ്ടല്ലോ അത് കട്ട് ചെയ്തിട്ടുണ്ട്, അതിൽ 17 വയസ്സിന് താഴെയുള്ള കുട്ടികളുണ്ട്. ഇങ്ങനെ എല്ലാവരുടെയും ശരീരവും പോസ്റ്റ്മോർട്ടം ചെയ്ത് കഴിയുമ്പോൾ തന്നെ വിക്ടർ ആയാലും നല്ലതുപോലെ കരഞ്ഞു പോവും. അങ്ങനെ താൻ പോസ്റ്റ്മോർട്ടം ചെയ്ത ആ ഒരു കാര്യങ്ങളെല്ലാം വിക്ടർ ഇപ്പോൾ ഒരു നിയമനിർവഹണ ഏജൻസി ഉണ്ട്, അവരുടെ മുന്നിൽ വന്നിട്ട് ഈ ഒരു കാര്യങ്ങളെല്ലാം പറയണം. ഈ ഒരു കമ്മിറ്റിയുടെ കേണലായിട്ടുള്ള മിഗേൽ എന്ന് പറഞ്ഞൊരു ഓഫീസറും ഉണ്ട്. അപ്പൊ അവരുടെ മുന്നിൽ ഈ ഒരു 8 പേരുടെ ശരീരം കിട്ടിയതും അതേപോലെ തന്നെ അവരെ എങ്ങനെയാണ് കൊന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ വിക്ടർ കണ്ടുപിടിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം ചെയ്തിട്ടുള്ളത് ഒരു സീരിയൽ കില്ലർ ആവാനാണ് സാധ്യത. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്തായാലും അവനെ തടയാനായിട്ടുള്ള നടപടികൾ എടുത്തേ മതിയാവൂ എന്ന് പറയുമ്പോൾ ഓക്കെ, എന്തായാലും ഇതൊരു സീരിയൽ കില്ലർ ആണല്ലോ. അപ്പൊ ഇത് കേൾക്കുന്ന ഈ ഒരു കമ്മിറ്റിയിലുള്ള എല്ലാവരും പല അഭിപ്രായങ്ങൾ ഇങ്ങനെ പറയാണ്. കാരണം കൊല്ലപ്പെട്ടതില് കുട്ടികളുണ്ട്, അതേപോലെ തന്നെ ആൺകുട്ടികള്, പെൺകുട്ടികള്, പിന്നെ സ്ത്രീകള്. അങ്ങനെയാണെങ്കിൽ ഒരാളായിരിക്കത്തില്ല, 2 പേരായിരിക്കാം. കാരണം റഷ്യയിൽ ഒരിക്കലും സീരിയൽ കില്ലർമാർ ഇല്ലെന്നാണ് ഇവരിപ്പോ പറയുന്നത്. അങ്ങനെ അവസാനം ആ ഒരു കേണല് ബാക്കിയുള്ള എല്ലാവരെയും വെളിയിലേക്ക് പറഞ്ഞു വിട്ട് വിക്ടറിനെ മാത്രം അവിടെ നിർത്തിയിട്ട്, ഇനിയിപ്പോ ഈ ഒരു കേസ് നീയാണ് അന്വേഷിക്കാൻ പോകുന്നത്. കാരണം ഈ ഒരു കൊലയാളിയെ പറ്റിയുള്ള ഏകദേശ കാര്യങ്ങൾ നിനക്കറിയാം, അതുകൊണ്ട് തന്നെ നിന്നെ ഡിറ്റക്റ്റീവ് സ്ഥാനത്തേക്ക് താനെ കയറ്റം മാറ്റിയെന്ന് പറയും. അങ്ങനെ നമ്മുടെ വിക്ടർ ആണ് ഇനി ഒരു ഡിറ്റക്റ്റീവായിട്ട് മാറി ഈ ഒരു കേസ് അന്വേഷിക്കാൻ പോകുന്നത്. അങ്ങനെ ഈ ഒരു സന്തോഷം നമ്മുടെ വിക്ടർ നേരെ തന്റെ വീട്ടിലേക്ക് വന്നിട്ട് ഭാര്യയോട് പറയാണ്. കാരണം അവന്റെ സ്ഥാനക്കയറ്റം കിട്ടിയിട്ടുണ്ട്, അതൊരു നല്ല പൊസിഷൻ, അതുകൊണ്ട് ഈ ഒരു കേസ് നല്ലതുപോലെ തന്നെ നടത്തണം എന്ന് വിക്ടർ പറയുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് കാണിക്കുമ്പോൾ ഒരു ചെറിയ പെൺകുട്ടിയായിട്ട് ഒരുത്തൻ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുകയാണ്. കുറെ കഴിഞ്ഞിട്ട് ആ ഒരു പെൺകുട്ടിയെ വിളിച്ചൊരു പാലത്തിന് മുകളിലൂടെ പോയി അവസാനം ഒരു കാടിനുള്ളിലേക്ക് ആ ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്നു. അങ്ങനെ ആ ഒരു കാടിനുള്ളിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം ഈ ഒരു പെൺകുട്ടിയോട് മുന്നിലേക്ക് നടന്നു പോകാൻ പറയുമ്പോൾ അവളായാലും കുറച്ച് മുന്നിലേക്ക് നടക്കുമ്പോൾ ഈ വന്നവനുണ്ടല്ലോ അവന്റെ കയ്യിലുള്ള ഒരു ബാഗ് തുറന്ന് അതിനുള്ളിൽ നിന്നൊരു കത്തിയും പുറത്തെടുത്ത് ആ ഒരു പെൺകുട്ടിയുടെ പുറകെ വന്ന് അവളുടെ മുതുകിലേക്ക് ഒരു ഒറ്റ കുത്ത്, എന്നിട്ട് ആ ഒരു പെൺകുട്ടിയെ താഴേക്കിട്ട് അവളുടെ നെഞ്ചിലേക്ക് ഒരു 10-20 തവണ ആ ഒരു കത്തി കൊണ്ട് കുത്തി ഈ ഒരു പെൺകുട്ടിയെ കൊല്ലുകയാണ്. അപ്പൊ ഇതാണ് നമ്മുടെ വിക്ടർ അന്വേഷിക്കുന്ന ആ ഒരു സീരിയൽ കില്ലർ. അങ്ങനെ അവൻ ആ ഒരു പെൺകുട്ടിയെ കൊന്നതിന് ശേഷം തിരിച്ചവന്റെ വീട്ടിലേക്ക് വരുമ്പോൾ സത്യം പറയാലോ, അവന് ഒരു കുടുംബം തന്നെയുണ്ട്, ഒരു ഭാര്യ, അതേപോലെ തന്നെ 2 കുട്ടികളും, അതിലൊരു ആൺകുട്ടിയും പെൺകുട്ടിയും. ഇത്ര ഉണ്ടായിട്ടാണ് ഇവൻ മറ്റുള്ളവരെ കൊല്ലാൻ പോകുന്നത്, അതും ചെറിയ പെൺകുട്ടികളെല്ലാം. അപ്പൊ എന്നത്തെയും പോലെ തന്നെ അവൻ ജോലി കഴിഞ്ഞ് വന്നതുപോലെ തന്റെ ബാഗ് കൊണ്ട് നേരെ അലമാരയിലേക്ക് വയ്ക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഇവിടെ നമ്മുടെ വിക്ടറിനെ കാണിക്കുമ്പോൾ വിക്ടർ ഇപ്പോ ഈ 7 പേരുടെ ശരീരം കണ്ടുപിടിച്ചല്ലോ, അവരുടെ എല്ലാവരുടെയും വീടിന്റെ അഡ്രസ്സ് കണ്ടുപിടിച്ച് അവിടേക്ക് ചെന്നിട്ട് അവരുടെ മക്കൾ മരിച്ചെന്നുള്ള കാര്യം ആ ഒരു വീട്ടുകാരെ എല്ലാവരും അറിയിക്കുകയാണ്. അടുത്തൊരു വീട്ടിൽ ചെന്നിട്ട് നിങ്ങളുടെ മകളെ അവസാനമായിട്ട് കണ്ടത് എപ്പോഴാണ്
എന്നുള്ള എല്ലാ ഡീറ്റെയിൽസും അവരെ കാണാതായത് മുതലേ ഉള്ള എല്ലാ കാര്യങ്ങളും വിക്ടർ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും നാളായിട്ട് കാണാതായിട്ടുള്ള തന്റെ മക്കളെല്ലാവരും മരണപ്പെട്ടു എന്നറിയുമ്പോഴത്തേക്ക് ആ ഒരു കുടുംബത്തിലെ അമ്മമാരായാലും അവർക്കെല്ലാവർക്കും നല്ല വിഷമമുണ്ട്. അങ്ങനെ അവരോട് ആ ഒരു കാര്യങ്ങളെല്ലാം പറഞ്ഞ് തിരിച്ച് അവിടെ ഒരു വലിയ റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. അവിടേക്ക് നമ്മുടെ വിക്ടർ വന്ന് നോക്കുമ്പോഴത്തേക്കാണ് ആ ഒരു റെയിൽവേ സ്റ്റേഷനിലെ ഒരുപാട് കുട്ടികളും അവരുടെ മാതാപിതാക്കള് ഇങ്ങനെ ഒരുപാട് പേര് വന്നു പോകുന്നൊരു സ്ഥലമാണ്. അതുപോലെ അതിൽ ഒരുപാട് കുട്ടികൾ വെറുതെ ഒറ്റയ്ക്കിരിപ്പുണ്ട്. അവരുടെ കൂടെ ആരും വന്നിട്ടില്ല എന്ന് തോന്നുന്നു. അതിനിടയിൽ തന്നെ അനാഥരായിട്ടുള്ള കുട്ടികൾ എല്ലാവരും ഇരിപ്പുണ്ട്. ഇത് കാണുന്നത് നമ്മുടെ വിക്ടറിന് ഒരു കാര്യം മനസ്സിലായി. അവൻ നേരെ ആ ഒരു കേണലിന്റെ അടുത്തേക്ക് വന്നിട്ടാണ് പറയുന്നത്, അവൻ കൊല്ലാൻ പോകുന്നവരെ എവിടെ നിന്നാണ് കണ്ടുപിടിക്കുന്നത് എനിക്ക് മനസ്സിലായി. അത് ആ ഒരു റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ്. കാരണം അവിടെയാണ് ഒരുപാട് പേരും വന്ന് അതിൽ അനാഥരായിട്ടുള്ള കുട്ടികൾ, ഒറ്റയ്ക്കിരിക്കുന്ന കുട്ടികൾ, ഒറ്റയ്ക്കിരിക്കുന്ന സ്ത്രീകൾ, ഇങ്ങനെ ഒരുപാട് പേരുണ്ടാവും. അങ്ങനെയുള്ളവരെ കണ്ടുപിടിച്ചിട്ട് അവരോട് എല്ലാവരോടും സംസാരിച്ച് അവരവിടെ നിന്നാണ് അവൻ കൊണ്ടുപോകുന്നത് എന്നുള്ള കാര്യം വിക്ടർ മനസ്സിലാക്കി. ഇപ്പൊ അങ്ങനെയുള്ളൊരു സ്ഥലത്ത് നിന്നും ഒരാളെ പെട്ടെന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് പോകാൻ കഴിയത്തില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഒരു സാധാരണ നിഷ്കളങ്കനായിട്ടുള്ള ഒരാളായിരിക്കാം, അല്ലെങ്കിൽ ദുർബലനായിട്ടുള്ള ഒരാള്, അല്ലാന്നുണ്ടെങ്കിൽ ആരുമില്ലാത്ത അനാഥരായിട്ടുള്ള ആള്, ഇങ്ങനെയുള്ളവരായിരിക്കാം അവൻ പറഞ്ഞു മയക്കി അവിടെ നിന്ന് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ഉടനെ തന്നെ അത് നമുക്ക് കണ്ടുപിടിക്കണമെന്ന് പറയുമ്പോൾ മറ്റൊരു ഡിറ്റക്റ്റീവ് അകത്തേക്ക് കയറി വന്നിട്ട്, കൊലയാളിയെ ഞങ്ങൾ കണ്ടുപിടിച്ചു, അവനിപ്പോൾ കുറ്റസമ്മതം നടത്തുകയാണ് എന്ന് പറയുമ്പോഴത്തേക്കും ഇവർക്ക് രണ്ടുപേർക്കും അത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ ഇവരായാലും ചെല്ലുമ്പോൾ അത് വേറെ ആരോ ഒരാളാണ്. അയാളെ ഈ ഒരു പോലീസുകാരെല്ലാം കൂടി ചേർന്നിട്ട് അടിച്ച് അവനാണ് ഈ ഒരു കുറ്റം ചെയ്തതെന്ന് വെറുതെ സമ്മതിപ്പിച്ചതാണ്. കാരണം ഇവർക്ക് കൊലയാളിയെ കണ്ടുപിടിക്കാൻ കഴിയാത്തത് കൊണ്ട് വേറൊരാളെ കണ്ടുപിടിച്ച് അവനാണ് കൊലയാളി എന്നും പറഞ്ഞിട്ട് ഇപ്പോൾ മറ്റുള്ളവരുടെ മുന്നിൽ കാണിക്കണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതുമല്ല, ഇവർ ശരീരം കണ്ടുപിടിച്ച ആ ഒരു സ്ഥലങ്ങളിലേക്ക് അവനെ കൊണ്ടുവന്ന് ഓരോ സ്ഥലങ്ങളായിട്ട് കാണിച്ചു കൊടുക്കാൻ പറയുമ്പോൾ അയാൾക്കാണെങ്കിൽ അത് അറിയത്തില്ല. അപ്പോൾ ഒരു പോലീസുകാരുടെ അടുത്ത് നിന്ന് പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞതുപോലെ ചെയ് എന്നെല്ലാം പറയുമ്പോൾ അയാൾ അതുപോലെ ചെയ്യുന്നു. ഇത് കാണുമ്പോൾ തന്നെ വിക്ടറിന് കാര്യം മനസ്സിലായി. വിക്ടർ ആണെങ്കിൽ ആ ഒരു കേണലിനോട് പറയുമ്പോൾ കേണലിനും കാര്യം മനസ്സിലായി. അതേസമയം ഇവിടെ ആ ഒരു സീരിയൽ കില്ലറിനെ കാണിക്കുമ്പോൾ അവൻ ജോലി ചെയ്യുന്നത് ഒരു ഫാക്ടറിയിലാണ്. ആ ഒരു ഫാക്ടറിയിൽ അയാൾ എന്തോ ലീവ് എടുക്കുകയോ അതോ വേറെ എന്തോ ഒരു തെറ്റ് ചെയ്തിട്ട് ഫാക്ടറി കുറച്ചു നേരത്തേക്ക് നിർത്തിവെക്കേണ്ടി വന്നു. അത് കാരണം അവിടെയുള്ള ആ ഒരു മാനേജർ ഈ ഒരു സീരിയൽ കില്ലറിനെ നല്ലതുപോലെ വഴക്ക് പറയുന്നുണ്ട്. എല്ലാവരുടെ മുന്നിൽ വെച്ച് വഴക്ക് പറഞ്ഞ് ഇന്നത്തെ ദിവസം നീ എന്തായാലും ജോലി ചെയ്യണ്ട എന്നും പറഞ്ഞിട്ട് അവനെ വെളിയിലേക്ക് പറഞ്ഞു വിടുകയാണ്. അപ്പൊ അത്രയും പേരുടെ മുന്നിൽ വെച്ച് നാണം കെട്ടതുകൊണ്ട് തന്നെ അവന് മറുപടി ഒന്നും പറയാൻ കഴിയുന്നില്ല. അതുപോലെ ഒരു ഇൻട്രോവേർട്ട് ക്യാരക്ടറാണ് അയാൾ. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയ ആ ഒരു സീരിയൽ കില്ലർ നേരെ പോകുന്നത് അടുത്തുള്ളൊരു റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. അവിടെ ചെന്ന് ഒരുപാട് നേരം ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കാണ് ഒരുപാട് യാത്രക്കാർ ട്രെയിനിൽ വന്നിറങ്ങി അവരെല്ലാവരും അവിടെ നിന്ന് പോകുമ്പോൾ ഒറ്റയ്ക്കൊരു പയ്യൻ ഇരിക്കുന്നത് കണ്ട് ആ ഒരു പയ്യന്റെ അടുത്തേക്ക് ചെന്ന്, നിനക്ക് വിശക്കുന്നുണ്ടോ, എന്തെങ്കിലും വേണോന്ന് പറഞ്ഞ ആ ഒരു പയ്യനെ വിളിച്ചോണ്ട് പോയി. അത് കഴിഞ്ഞിട്ട് ആ ഒരു പയ്യനെയും അവൻ കൊല്ലുകയാണ്. അപ്പോൾ ഇങ്ങനെ തനിക്ക് ഓരോ ദേഷ്യം വരുമ്പോഴും അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള ആ ഒരു പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്കാണ് തന്നേക്കാൾ ബലം കുറഞ്ഞ അല്ലെങ്കിൽ പാവപ്പെട്ട ആളുകളെ കണ്ടുപിടിച്ച് അവൻ കൊല്ലുന്നത്. ആ ഒരു സമയം ഇവിടെ നമ്മുടെ വിക്ടർ ആ ഒരു ഏജൻസി ഉണ്ടല്ലോ അവരുടെ മുന്നിലേക്ക് വന്നിട്ട്, ഇപ്പോൾ ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തല്ലോ കുറ്റവാളി എന്ന് പറഞ്ഞിട്ട്, അവനൊരിക്കലും കുറ്റവാളിയല്ല, അയാളെ നിങ്ങൾ വെറുതെ കൊണ്ടുവന്നാണെന്ന് പറയുമ്പോൾ അവിടെ ഇരിക്കുന്നവരത് സമ്മതിക്കുന്നില്ല. അവര് പറയുന്നത് അയാൾ ആ ഒരു തെറ്റുകളെല്ലാം ഏറ്റു പറഞ്ഞതല്ലേ. വിക്ടർ ഇപ്പോൾ പറയുന്നത് വേറെ ഒന്നുമല്ല, തനിക്കിനി കൂടുതൽ സഹായങ്ങൾ ആവശ്യമാണ്. കാരണം ഒരുപാട് കമ്പ്യൂട്ടറുകൾ വേണം. കാരണം താൻ കണ്ടുപിടിച്ച കാര്യങ്ങളെല്ലാം ശേഖരിച്ചു വെക്കാൻ വേണ്ടി, അതേപോലെ തന്നെ മറ്റ് ഡിറ്റക്റ്റീവ് ഏജൻസികളായിട്ട് തനിക്കൊരു കണക്ഷൻ വേണം. കൂടാതെ ഈ ഒരു കേസിനെ പറ്റിയുള്ള കാര്യങ്ങൾ ഉടനെ തന്നെ പത്രത്തിൽ പ്രസിദ്ധീകരിക്കണം, ജനങ്ങൾക്ക് ഒരു മുന്നറിയിപ്പ് നൽകണം എന്നുള്ള ഒരുപാട് കാര്യങ്ങളും വിക്ടർ ഇപ്പോൾ അവരോട് പറയുന്നുണ്ട്. അപ്പൊ ഇത്രയും ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടും ആ ഒരു കമ്മിറ്റിയിലുള്ള ആരും അതിന് സമ്മതിക്കുന്നില്ല. ഇത് കേട്ട വിക്ടർ ആയാലും ദേഷ്യപ്പെട്ട്, നിങ്ങൾക്ക് എന്താ ഭ്രാന്താണോ, ഒരു കൊലയാളി വെളിയിൽ നിന്നിട്ട് അതും 17 വയസ്സിൽ താഴെയുള്ള ഒരുപാട് കുട്ടികളെയും കൊന്നു തള്ളുകയാണ്, അത് കണ്ടുപിടിക്കാനാണോ എന്ന് പറഞ്ഞിട്ട് വിക്ടർ നല്ലതുപോലെ ദേഷ്യപ്പെടും. ഇപ്പൊ വിക്ടർ ഇത്രയും ദേഷ്യപ്പെടാൻ കാരണം എന്താണെന്ന് വെച്ചാല് ഇപ്പൊ തന്നെ 16 പേരായി, ഇനിയും അത് കൂടി പോകത്തേ ഉള്ളൂ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ആ ഒരു കേണൽ വന്ന് വിക്ടർ പറഞ്ഞ കാര്യങ്ങളെല്ലാം സമ്മതിച്ചു കൊടുക്കാണ്. ഇപ്പൊ ആ ഒരു കമ്മിറ്റിയുടെ മുന്നിൽ വെച്ചിട്ട് കേണലൊന്നും പറയത്തില്ല, പക്ഷേ വിക്ടർ ചെയ്യുന്നതെല്ലാം കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണെന്ന് കേണലിന് അറിയാം. അതുകൊണ്ട് തന്നെ കേണല് നീ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് തയ്യാറാണെന്നും പറഞ്ഞ് വിക്ടറിനോട് പറയുകയും ചെയ്യും. അത് കഴിഞ്ഞിട്ട് ആ ഒരു സീരിയൽ കില്ലറിനെ കാണിക്കുമ്പോൾ അയാൾ ഇപ്പോൾ വീണ്ടും റെയിൽവേ സ്റ്റേഷനിൽ വന്നിരിക്കുകയാണ് അടുത്തൊരാൾക്ക് വേണ്ടി. അങ്ങനെ അവിടെ ഇരുന്ന് തനിച്ചിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്ന് ചുറ്റിനെ നോക്കുമ്പോഴത്തേക്കും അങ്ങനെ പ്രത്യേകിച്ച് ആരെയും കാണാൻ കഴിയുന്നില്ല. അങ്ങനെ ആ ഒരു കില്ലർ പതിയെ അവിടെ നിന്ന് എഴുന്നേറ്റ് ഒരു വശത്തേക്ക് നടന്നു ചെല്ലുമ്പോൾ ഒരു ചെറിയ പെൺകുട്ടി അവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നു. അങ്ങനെ ആ ഒരു പെൺകുട്ടിയുടെ അടുത്തേക്ക് ആ ഒരു സൈക്കോ സീരിയൽ കില്ലർ നടന്നിങ്ങനെ ചെല്ലുന്നതും ആ ഒരു സമയത്ത് തന്നെ അവിടേക്ക് നമ്മുടെ വിക്ടറും വരുന്നുണ്ട്. പക്ഷെ വിക്ടർ ആണെങ്കിലോ കില്ലർ ആരാണെന്ന് അറിയാതെ ഇപ്പോൾ എന്തെന്ന് പറഞ്ഞിട്ട് കാണാനായിട്ട്, അതുകൊണ്ട് തന്നെ അവൻ സാധാരണ രീതിയിൽ നടന്നിങ്ങനെ പോകുന്നു. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇവിടെ നിന്ന് കൊണ്ടുപോയ ആ ഒരു പെൺകുട്ടിയും ആ ഒരു സൈക്കോ കില്ലർ കൊല്ലുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഒരു വർഷത്തിന് ശേഷം 1983 ഈ റെയിൽവേ ട്രാക്കിനടുത്തായിട്ടുള്ള ഒരു കൃഷിപ്പാടം, അതിനടുത്തൊരു ചെറിയ പയ്യൻ മൂത്രമൊഴിക്കാനായിട്ട് എങ്ങാണ്ട് വരുമ്പോൾ
ഈ ഒരു ചെറിയ പെൺകുട്ടിയുടെ ശരീരം അവിടെ നിന്ന് കണ്ടുപിടിക്കുന്നു. ഇവനാണെങ്കിൽ അത് കണ്ട് പേടിച്ചു പോകുന്നതും അത് കഴിഞ്ഞ് ആ ഒരു സ്ഥലത്തേക്ക് പോലീസ് വന്ന് ആ ഒരു പെൺകുട്ടിയുടെ ശരീരം അവിടെ നിന്ന് കണ്ടുപിടിക്കുന്നു. ഇപ്പൊ ഈ ഒരു കൊലയാളി കൊല ചെയ്യാൻ തുടങ്ങിയിട്ട് തന്നെ 1 വർഷം കഴിഞ്ഞു. അതിനുശേഷം കാണിക്കുമ്പോൾ വിക്ടർ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് ചെല്ലാണ്. വേറൊന്നുമല്ല, ഇവിടെ ഒരു 2 പേരെ ചാരന്മാരായിട്ട് നിർത്തിയിട്ടുണ്ട് ഈ ഒരു കൊലയാളിയെ കണ്ടുപിടിക്കാൻ വേണ്ടി. പക്ഷെ അതിലൊരാള് ഒരു പോലീസിന്റെ യൂണിഫോമിൽ ഇട്ടിട്ടാണ് നിൽക്കുന്നത്. ഇത് കാണുമ്പോൾ വിക്ടർ വന്ന് അവരെ ദേഷ്യപ്പെട്ട് അവരെ വഴക്കു പറയും. വേറൊന്നുമല്ല, ആ ഒരു കൊലയാളി വന്നു കഴിഞ്ഞാൽ അവനെ കാണാതെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇവിടെ നിർത്തിയിരിക്കുന്നത്. പക്ഷെ നിങ്ങളാണെങ്കിലോ ഇതുപോലെ ഈ ഒരു വേഷം ഇട്ടിട്ട് നിന്ന് കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവും എന്നും പറഞ്ഞ ആ ഒരു കോട്ട് അയാളുടെ കയ്യിൽ നിന്ന് ഊരി വാങ്ങുന്നു. എന്നിട്ട് വിക്ടറിന്റെ കോട്ട് അയാൾക്ക് കൊടുക്കും. വേറൊന്നല്ല, ഈ ഒരു സ്ഥലത്ത് നല്ല തണുപ്പും കൂടിയുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഈ ഒരു കമ്മിറ്റിയുടെ മുന്നിൽ വീണ്ടും കണ്ടുപിടിച്ച കാര്യങ്ങൾ ഇപ്പൊ ഈ ഒരു വർഷം കഴിഞ്ഞ് 6 പേരുടെ ശരീരം കൂടി കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിൽ 800 സാക്ഷികളെ ചോദ്യം ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിലൊന്നും നമ്മൾ സംശയിക്കുന്ന ആളില്ല. അതുകൊണ്ട് നമുക്കിനി ചെയ്യാൻ കഴിയുന്നത് കൂടുതൽ തെളിവുകൾ കണ്ടുപിടിച്ച് ആ ഒരു കൊലയാളിയെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ഇത് മാത്രമല്ലെന്ന് പറയുമ്പോൾ ഈ 1 വർഷമായിട്ടും കൊലയാളിയെ കണ്ടുപിടിക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ ഒരു സ്പെഷ്യൽ പ്രോസിക്യൂട്ടറിനെ ഇവർ കൊണ്ടുവന്നിരിക്കുകയാണ്. ഇപ്പൊ അയാൾ വന്നിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു രീതിയിൽ അന്വേഷിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് കുറ്റവാളിയെ കണ്ടുപിടിക്കാൻ കഴിയത്തില്ല, വെറുതെ സമയം പാഴാക്കലാണ് നമ്മൾ ചെയ്യുന്നത്. കാരണം ഈ റെയിൽവേ സ്റ്റേഷനിൽ അന്വേഷിക്കുന്നത് നിർത്തിയേ പറ്റൂ എന്നാണ് ആ ഒരു പ്രോസിക്യൂട്ടർ ഇപ്പോൾ വന്ന് പറയുന്നത്. പക്ഷെ ആ ഒരു കൊലയാളി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് തന്നെയാണ് ആളുകളെ തിരഞ്ഞെടുക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് മാത്രമേ അറിയൂ. അതേപോലെ തന്നെ വിക്ടറിനും അറിയാം. കൂടാതെ ആ ഒരു പ്രോസിക്യൂട്ടർ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. ഈ ഒരു സീരിയൽ കില്ലർ ഒരുപക്ഷെ ഒരു സ്വർഗ അനുരാഗിയായിരിക്കാം എന്നുള്ള കാര്യവും പറയുന്നുണ്ട്. കാരണം കൊന്നതിൽ പലരെയും അവൻ റേപ്പ് ചെയ്തിട്ടുണ്ട്. അവരുടെ ശരീരത്തിൽ നിന്ന് സെമനും കണ്ടുപിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്വർഗ അനുരാഗികളായിട്ടുള്ള ആളുകളെയും കൂടി നമ്മൾ ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്ന് പറഞ്ഞിട്ട് ആ ഒരു രീതിയിൽ ഇപ്പോൾ കേസ് അന്വേഷിക്കണമെന്നാണ് പറയുന്നത്. അങ്ങനെ ആ ഒരു രീതിയിൽ ഇതുപോലെ സ്വർഗാനുരാഗികളായിട്ടുള്ള ആളുകളുണ്ടല്ലോ, അവരുടെ വീട്ടിലേക്ക് അതിക്രമിച്ച് കയറി അവരെല്ലാവരെയും പിടിച്ചുകൊണ്ട് വന്നിട്ട് അങ്ങനെയുള്ളവരെല്ലാം ചോദ്യം ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതിലൊന്നും ഒരു കാര്യമില്ലാന്ന് നമ്മുടെ കേണലിനും അതേപോലെ തന്നെ വിക്ടറിനും അറിയാം. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, ഈ ഒരു കമ്മിറ്റിയിലുള്ളവരും ഇപ്പോൾ വന്നിരിക്കുന്ന ആ ഒരു പ്രോസിക്യൂട്ടറും അതൊരിക്കലും സമ്മതിച്ചു കൊടുക്കത്തില്ല. കാരണം വിക്ടർ കേസ് അന്വേഷിക്കുന്നത് തെറ്റായിട്ടുള്ള ഒരു രീതിയാണ് എന്നാണ് ഇവർ പറയുന്നത്. അങ്ങനെ തന്നെ ഒരുപാട് പേരെ പിടിച്ചുകൊണ്ടുവന്ന് ചോദ്യം ചെയ്തിട്ടും ഒരു കാര്യമില്ല, അന്വേഷണം വെറുതെ ഇങ്ങനെ പാഴായി പോവാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഈ ഒരു സൈക്കോ കില്ലറിനെ കാണിക്കുമ്പോൾ അവൻ തന്റെ വീട്ടിൽ തന്റെ ഭാര്യയായിട്ട് കുറച്ചു നേരം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതിന് ശേഷം അവൻ പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് ബാഗെല്ലാം എടുത്ത് എവിടേക്ക് പോകാനായിട്ട് നിൽക്കാണ്. അപ്പൊ അവർ ഭാര്യ ചോദിക്കുന്നുണ്ട്, ഇന്ന് ശനിയാഴ്ചയായിട്ട് നിങ്ങൾ എവിടെ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് അത്യാവശ്യമായിട്ടൊരു ജോലി ചെയ്ത് തീർക്കാനുണ്ട് എന്ന് പറഞ്ഞ് അയാൾ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് വരുന്നു. ഈ ഒരു സൈക്കോയുടെ കയ്യിൽ ഈ ഒരു ബാഗ് ഉണ്ടാവുന്ന സമയത്ത് തന്നെ നമ്മൾ ചിന്തിക്കണം അവൻ ആരെയോ കൊല്ലാൻ പോവാണെന്ന്. അങ്ങനെ തന്നെ കാണിക്കുമ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ ഒരു സ്ത്രീയോട് സംസാരിച്ച് അവരെ എങ്ങനെയോ മയക്കി അവരെ ഒരു കാടിനകത്തേക്ക് കൊണ്ടുപോയി അവരുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതിന് ശേഷം ആ ഒരു സ്ത്രീയെയും കത്തി ഉപയോഗിച്ചിട്ട് അവരുടെ നെഞ്ചിലേക്ക് കുത്തി അവരെ അവിടെ വെച്ചങ്ങ് കൊല്ലുകയാണ്. കാരണം ഇവൻ എന്തെങ്കിലും മാനസികമായിട്ട് വിഷമവും മറ്റു കാര്യങ്ങളും ഉണ്ടാവുമ്പോൾ ഇവ മറ്റുള്ളവരെ കൊന്നാണ് ആ ഒരു വിഷമവും അവന്റെ സന്തോഷവും എല്ലാം തീർക്കുന്നത്. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ കാണിക്കുമ്പോൾ വർഷം 1984, 1 വർഷം കൂടി കഴിഞ്ഞു. ഇപ്പൊ കാടിനുള്ളിൽ വെച്ച് കൊന്ന ആ ഒരു സ്ത്രീയുടെ ശരീരവും പോലീസുകാർ ഈ ഒരു സ്ഥലത്ത് നിന്ന് കണ്ടുപിടിക്കുന്നുണ്ട്. അങ്ങനെ ഇവർ ആ ഒരു ശരീരം കണ്ടുപിടിച്ച് വിക്ടർ അവിടെ ഇരിക്കുമ്പോഴത്തേക്കാണ് മറ്റുള്ളവര് എന്തൊക്കെയോ പറഞ്ഞ് ചിരിച്ചുകൊണ്ട് പോകുമ്പോൾ വിക്ടർ ദേഷ്യപ്പെട്ട് അവരോട് പറയുന്നുണ്ട്, മരിച്ചവരോട് കുറച്ച് ബഹുമാനം കാണിക്കുക. ഈ 200 മീറ്റർ ചുറ്റളവിന് എന്തൊക്കെ കാര്യങ്ങൾ കിട്ടുമോ അതെല്ലാം എനിക്ക് വേണം, ഒരു തുമ്പ് പോലും വിടരുത്, എല്ലാം കൊണ്ടുവന്ന് പരിശോധിച്ച് ആ ഒരു കൊലയാളിയെ കണ്ടുപിടിക്കാൻ കഴിയുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്നുള്ള രീതിയിലും വിക്ടർ പറയുന്നുണ്ട്. അങ്ങനെ കാണിക്കുമ്പോഴത്തേക്കാണ് ഈ ഒരു 3 വർഷത്തിനിടയിൽ ആ ഒരു കൊലയാളി കൊന്നു തീർത്തത് 31 പേരെയാണ്. എന്നിട്ടും ആ ഒരു കൊലയാളിയെ കണ്ടുപിടിക്കാനായിട്ട് ഇതുവരെയും ആർക്കും കഴിഞ്ഞില്ല. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ആ ഒരു സൈക്കോയെ കാണിക്കുമ്പോഴത്തേക്കാണ് അയാൾ വീണ്ടും റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നിട്ട് അവിടെ ഇരിക്കുന്ന ഓരോ ആൾക്കാരുടെ അടുത്തേക്ക് ചെന്ന് അവരോട് സംസാരിക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷെ ആരും അങ്ങനെ മൈൻഡ് ആക്കുന്നില്ല. അങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാതെ വേറൊരാളുടെ അടുത്തേക്ക് നിന്നിരിക്കുമ്പോൾ അയാൾ ഒന്നും മിണ്ടുന്നില്ല. അതേ സമയമാണ് നമ്മുടെ വിക്ടറും ആ ഒരു സ്റ്റേഷനിൽ തന്നെ ഉണ്ടായിരുന്നു. ഇയാൾ ചെയ്യുന്ന ഈ ഒരു കാര്യം വിക്ടർ കാണുന്നുണ്ടായിരുന്നു. വിക്ടർ അയാളെ നോക്കുമ്പോഴത്തേക്കും അയാൾ വിക്ടറിനെ നോക്കുമ്പോൾ വിക്ടർ പെട്ടെന്ന് ഉറങ്ങുന്നത് പോലെ കാണിച്ചിട്ട് പെട്ടെന്ന് വിക്ടർ കണ്ണു തുറന്ന് നോക്കുമ്പോൾ ആ ഒരു സൈക്കോയെ അവിടെ കാണാനില്ല. നോക്കുമ്പോഴത്തേക്കാണ് അയാൾ ഒരു പെൺകുട്ടിയുടെ അടുത്തായിട്ട് വന്നിരിക്കുന്നു. ഇത് കാണുന്ന വിക്ടർ നേരെ ആ ഒരു സൈക്കോയുടെ അടുത്തേക്ക് ചെന്നിട്ട്, ഹലോ സാർ, നിങ്ങളുടെ ബാഗ് എനിക്കൊന്ന് പരിശോധിക്കണം, കാണിച്ചു തരാൻ പറയുമ്പോൾ അയാളായാലും ബാഗ് ഇങ്ങനെ വിക്ടറിന്റെ കയ്യിലേക്ക് കൊടുക്കും. വിക്ടർ ബാഗ് തുറന്ന് നോക്കുമ്പോഴത്തേക്കാണ് അതിനകത്തൊരു കയറും അതേപോലെ തന്നെ ഒരു കത്തിയുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ വിക്ടറിന് മനസ്സിലായി ഇവനായിരിക്കും ആ ഒരു കൊലയാളിയെന്ന്. അങ്ങനെ അയാളെ അറസ്റ്റ് ചെയ്ത് വിക്ടർ നേരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നിട്ട് ഈ ഒരു കത്തിയും കയറും നിങ്ങളുടെ ബാഗിൽ കൊണ്ട് നടക്കുന്ന എന്തിനാ ഇതിങ്ങനെ ചോദിക്കുമ്പോൾ അയാൾ പറയും, ഞാനൊരു ഫാക്ടറിയിലാണ് ജോലി ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഇത് കൂടെ കൊണ്ട് നടക്കുന്നത് എന്നെല്ലാം പറയാണ്. അങ്ങനെ ചോദ്യം ചെയ്ത ആ ഒരു ഓഫീസർ വിക്ടറിനോട് ഒന്ന് പറയും, എനിക്ക് തോന്നുന്നില്ല അയാളൊരു കൊലയാളിയാണെന്ന്, നീ എന്താ വിചാരിക്കുന്നേ? അപ്പോൾ വിക്ടർ പറയും, എനിക്ക് കുറച്ച് പേപ്പർ വർക്കുകൾ ചെയ്യാനുണ്ട്, അവനോട് കുറച്ചുകൂടി കാര്യങ്ങൾ ചോദിക്കും എന്ന് പറഞ്ഞിട്ട് വിക്ടർ നേരെ തന്റെ റൂമിലേക്ക് വന്നിരിക്കുമ്പോൾ കുറെ കഴിഞ്ഞിട്ട് ആ ഒരു കേണല് അവിടേക്ക് വരികയാണ്. എന്നിട്ട് ആ ഒരു കേണല് പറയുന്നത് എന്താണെന്ന് വെച്ചാല്, ഇപ്പൊ കൊണ്ടുവന്ന ആ ഒരു സൈക്കോ കില്ലർ ഉണ്ടല്ലോ, അവന്റെ രക്തഗ്രൂപ്പും മരിച്ചവരുടെ ശരീരത്തിൽ നിന്ന് കിട്ടിയ രക്തഗ്രൂപ്പും
മാച്ച് ചെയ്ത് നോക്കിയപ്പോൾ അതൊരിക്കലും മാച്ച് ആവുന്നില്ലെന്നാണ് പറയുന്നത്. പക്ഷെ ഇങ്ങനെ ഒരു കാര്യം ചെയ്തതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നതെന്ന് വിക്ടറിന് മനസ്സിലാവുന്നില്ല. അതിലൊരു കാര്യവുമില്ല, വെറുതെ നിങ്ങൾ രക്തഗ്രൂപ്പ് നോക്കിയിട്ട് എന്ത് കാര്യമാണുള്ളത് എന്നാണ് വിക്ടർ ചോദിക്കുന്നത്. പക്ഷെ ഈ ഒരു കമ്മിറ്റിയിലുള്ളവർ പറഞ്ഞിട്ടാണ് അങ്ങനെ ഒരു കാര്യം തന്നെ ചെയ്തിട്ടുള്ളത്. ആ ഒരു കാര്യത്തിൽ വിക്ടറിന് അവരോടൊന്നും പറയാനും കഴിയത്തില്ല. അങ്ങനെ അത് കഴിഞ്ഞ ആ ഒരു കമ്മിറ്റിയിലുള്ള ഒരു അംഗം വിക്ടറിന്റെ അടുത്തേക്ക് വന്നിട്ട്, ഓക്കെ, ഞങ്ങൾ രക്തഗ്രൂപ്പ് പരിശോധിച്ചു, പക്ഷെ അയാളുമായിട്ട് മാച്ച് ആവുന്നില്ല, അതുകൊണ്ട് അയാൾ ഇപ്പൊ തന്നെ പുറത്തേക്ക് വിടണമെന്ന് പറയുമ്പോൾ വിക്ടർ പറയും, സോറി സാർ, അതൊരിക്കലും കഴിയത്തില്ല, രക്തഗ്രൂപ്പ് വെച്ചിട്ടൊന്നും അയാളെ വെറുതെ വിടാൻ കഴിയത്തില്ല എന്ന് പറയുമ്പോൾ ഈ ഒരാൾ പറയുന്നത് അയാൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഒരംഗമാണ്, അതുകൊണ്ട് തന്നെ അയാളെ സ്റ്റേഷനിൽ പിടിച്ചു വെച്ച് ചോദ്യം ചെയ്യാൻ കഴിയത്തില്ല, ഇപ്പൊ തന്നെ വിട്ടയക്കണമെന്നും പറഞ്ഞിട്ട് ആ ഒരു യഥാർത്ഥ സീരിയൽ സൈക്കോ കില്ലറിനെ ഇവരിപ്പോ പുറത്തേക്ക് പറഞ്ഞു വിടുകയാണ്. അയാളാണ് കൊലയാളിയെന്ന് കണ്ടുപിടിക്കുന്നതിന് മുന്നേ തന്നെ അയാളെ പറഞ്ഞു വിട്ടു കഴിഞ്ഞാൽ ഹീറോ ഇത്രയും കഷ്ടപ്പെട്ടത് വെറുതെയായി. അങ്ങനെ ഈ ഒരു സൈക്കോ കൊലയാളിയെ പറഞ്ഞു വിട്ടതുകൊണ്ട് തന്നെ കുറച്ച് നാളുകൾക്ക് ശേഷം വീണ്ടും ഒരാളുടെ ശരീരം കണ്ടുപിടിക്കുന്നു. ഇപ്പോൾ ആകെ അവൻ കൊന്നിട്ടുള്ളത് 36 പേരെയാണ്. വിക്ടർ ആയാലും അന്വേഷിക്കുന്നു, മറ്റ് പോലീസുകാർ അന്വേഷിക്കുന്നു, പക്ഷെ കൊലയാളിയെ മാത്രം ഇവർക്ക് കണ്ടുപിടിക്കാനായിട്ട് കഴിയുന്നില്ല. അങ്ങനെ കാലങ്ങൾ കടന്നുപോയിട്ട് വീണ്ടും 1986 ഇപ്പൊ ഈ ഒരു കമ്മിറ്റിയിലുള്ള ആളുകൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാല് ഈ ശവശരീരങ്ങൾ കണ്ടുപിടിക്കാതിരിക്കാനുള്ള കാര്യങ്ങളാണ് നോക്കുന്നത്. കാരണം ഓരോരുത്തരായിട്ട് മരണപ്പെടുന്നു, അവരുടെ ശരീരം കണ്ടുപിടിക്കുന്നു, പക്ഷെ പോലീസ് ഒരിക്കലും കൊലയാളിയെ കണ്ടുപിടിക്കുന്നില്ല. അത് ഇത്രയും വർഷമായിട്ട്. അപ്പൊ ജനങ്ങൾ എന്തായാലും ചോദിക്കത്തില്ലേ? അതുകൊണ്ട് തന്നെ ശരീരങ്ങൾ കണ്ടുപിടിക്കാതിരിക്കാനുള്ള കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതൊന്നും നമ്മുടെ വിക്ടറിനൊട്ടും ഇഷ്ടമല്ല. അത് കഴിഞ്ഞ് കാണിക്കുമ്പോൾ വീണ്ടും ഒരു പയ്യനെ, അതേപോലെ തന്നെ അയാളുടെ വീട്ടിൽ നിന്ന് വേറൊരാളെ കൊണ്ടുവന്ന് ഇവർ ചോദ്യം ചെയ്യുന്നുണ്ട്. വിക്ടർ വന്ന ആ ഒരു കേണലിനോട് എന്താണ് കാര്യം ചോദിക്കുമ്പോഴത്തേക്കാണ് ഇവരും സ്വർഗാനുരാഗിയായിട്ടുള്ള ഏതോ ഒരു പയ്യനായിരുന്നു, ആ ഒരു രീതിയിലാണ് ഈ ഒരു പയ്യനെ കൊണ്ടുവന്ന് സെല്ലിൽ അടച്ച് ചോദ്യം ചെയ്യുന്നത്. ഇവരൊരിക്കലും കൊലയാളിയല്ലാന്ന് എനിക്കറിയാം എന്ന് ആ ഒരു കിണല് പറയുമ്പോൾ വിക്ടർ പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ആ ഒരു പയ്യനെ പുറത്തേക്ക് വിട്, ഇല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും അപകടം സംഭവിക്കും എന്ന് പറയുന്നുണ്ടെങ്കിലും ഈ ഒരു കമ്മിറ്റിയിലെ ആളുകൾ പറഞ്ഞതുകൊണ്ട് ഇവർക്ക് വേറെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഇപ്പോൾ തുറന്നുവിടാൻ കഴിയത്തില്ല എന്ന് പറയുമ്പോൾ വിക്ടർ ആ ഒരു പയ്യനെ കാണാൻ വേണ്ടി അവന്റെ സെല്ലിനടുത്തേക്ക് നടന്നു ചെല്ലും. അങ്ങനെ ആ ഒരു ഡോറിനുള്ളിലൂടെ ഉള്ളിലേക്ക് നോക്കുമ്പോഴത്തേക്കാണ് ഒരു കാര്യം കാണുന്നത്. ആ ഒരു പയ്യൻ അതിനകത്ത് തൂങ്ങി മരിച്ചു നിൽക്കുന്നു. അപ്പൊ ഇവരുടെ ഒരു തെറ്റായിട്ടുള്ള തീരുമാനം കാരണം ഒരു പയ്യൻ മരിച്ചതുകൊണ്ട് തന്നെ ഈ ഒരു കമ്മിറ്റിയിലുള്ള ആളുകൾക്കും എന്തോ ഒരു നാണക്കേട് പോലെയായി. അതുകൊണ്ട് ഈ ഒരു കുറ്റവും നമ്മുടെ ഹീറോയുടെ തലയിൽ കെട്ടിവെച്ചിട്ട് ഈ ഒരു കമ്മിറ്റിയിലുള്ളവർ രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വിക്ടറിനെ അവർ ഒരുപാട് വഴക്ക് പറയുമ്പോൾ വിക്ടർ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ടാണ് ഇറങ്ങി പോകുന്നത്. അങ്ങനെ കേണലായാലും പുറകെ ചെന്നിട്ട് വിക്ടറിനെ സമാധാനിപ്പിച്ച് ഇപ്പൊ ഈ ഒരു കമ്മിറ്റിയിലുള്ള പ്രധാനപ്പെട്ട ഒരാളുണ്ട്, അയാളുടെ മുന്നിലേക്ക് ചെല്ലുമ്പോൾ അയാൾ പറയും വിക്ടറിനെ ഈ ഒരു കേസിൽ നിന്നും പുറത്തേക്കാക്കാൻ. പക്ഷേ കേണൽ ഒരിക്കലും അത് സമ്മതിക്കത്തില്ല. അപ്പൊ അയാൾ ദേഷ്യപ്പെട്ട് കേണലിനോട് സംസാരിക്കുമ്പോഴത്തേക്കാണ് കേണൽ പറയുന്നത്, നിങ്ങളുടെ ഒരു അവിഹിതം ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്, നിങ്ങൾക്കൊരു മകനുണ്ട്, ആ ഒരു കുട്ടിയെ പരിപാലിക്കാൻ വേണ്ടി നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഇതെല്ലാം നിങ്ങളുടെ ഭാര്യയോട് ഞാൻ പറഞ്ഞു കൊടുക്കും എന്നെല്ലാം പറഞ്ഞ് അയാളെ ബ്ലാക്ക്മെയിൽ ചെയ്യുമ്പോൾ അയാൾക്കും വേറെ വഴിയില്ലാതെ വിക്ടറിനെ ഈ ഒരു കേസിൽ തുടരാൻ തന്നെ അനുവദിക്കും. അതുമല്ല, ഇപ്പോൾ നമ്മുടെ വിക്ടറിന് ഈ ഒരു കേസിൽ നിന്ന് കുറച്ച് നാളത്തേക്ക് ഒരു ലീവ് കൊടുക്കണം, അവൻ തന്റെ ഫാമിലിയായിട്ട് കുറച്ച് സന്തോഷമായിട്ട് കുറച്ച് നാള് നിന്നിട്ട് വരട്ടെ എന്നും പറഞ്ഞിട്ട് വിക്ടറിന് ഒരു വെക്കേഷൻ ഇവർ കൊടുക്കുകയാണ്. അങ്ങനെ വിക്ടർ ആയാലും തന്റെ കുടുംബത്തോടൊപ്പം ആ ഒരു വെക്കേഷന് പോയിട്ട് അവൻ ഇപ്പോഴും ഈ ഒരു കേസിൽ നിന്നും പിന്മാറാൻ കഴിയുന്നില്ല. അവന്റെ മനസ്സ് ഇപ്പോഴും ഈ ഒരു കേസിൽ തന്നെയാണ്. അങ്ങനെ ആ ഒരു കാര്യം തന്റെ ഭാര്യയോട് പറയുമ്പോൾ അവന്റെ ഭാര്യയാലും പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു കേസ് അവസാനിപ്പിച്ചിട്ട് വാ എന്ന് പറയുന്നത്. വിക്ടർ ഈ ഒരു വെക്കേഷൻ അവസാനിക്കുന്നതിന് 10 ദിവസം മുന്നേ തന്നെ തിരിച്ചു വരും. എന്നിട്ടാണ് ഈ ഒരു കേണലിന്റെ അടുത്തേക്ക് വന്നിട്ട് വിക്ടർ ഇപ്പോൾ പുതിയൊരു കാര്യം പറയുന്നത്. വിക്ടറിന് അറിയാവുന്ന ഒരു സൈക്കാട്രിസ്റ്റ് ഉണ്ട്, പുള്ളിക്കാരനെയും ഈ ഒരു കേസിലേക്ക് കൊണ്ടുവരണം, കാരണം എനിക്കൊരു സഹായത്തിന് വേണ്ടി അദ്ദേഹത്തിന്റെ ആവശ്യമുണ്ട് എന്നുള്ള രീതിയിൽ ഒരു പുതിയ സൈക്കാട്രിസ്റ്റിനെ ഈ ഒരു കേസിലേക്ക് അവർ കൊണ്ടുവരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് കാണിക്കുമ്പോൾ അടുത്തൊരു പെൺകുട്ടിയുടെ ശരീരം ഇവർ കണ്ടുപിടിച്ചു. ആ ഒരു പെൺകുട്ടിയെ റേപ്പ് ചെയ്തിട്ട് തന്നെയാണ് കൊന്നിട്ടുള്ളത്. അതേപോലെ തന്നെ അവളുടെ കണ്ണുകൾ ചൂഴ്ന്നെടുത്തിട്ടുണ്ട്. അങ്ങനെ ആ ഒരു സ്ഥലത്ത് വന്നിട്ട് ഇവർ ആവശ്യമായിട്ടുള്ള തെളിവുകളും കാര്യങ്ങളെല്ലാം ശേഖരിച്ച് അത് കഴിഞ്ഞ് ഈ ഒരു കമ്മിറ്റി ഉണ്ടല്ലോ 5 അംഗമുള്ള, അവർക്ക് ഈ ഒരു സൈക്കാട്രിസ്റ്റിനെ പരിചയപ്പെടുത്തി കൊടുക്കും. അത് കഴിഞ്ഞിട്ടാണ് വെളിയിലേക്ക് വരുമ്പോൾ ഈ ഒരു സൈക്കാട്രിസ്റ്റിനെ കൊണ്ടുവരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സൈക്കോ സീരിയൽ കില്ലറിന്റെ കൊലപാതക രീതികളെല്ലാം വെച്ചിട്ട് അവൻ എങ്ങനെ മാനസികാവസ്ഥയുള്ള ഒരാളായിരിക്കാം, അവന്റെ കുട്ടിക്കാലം എങ്ങനെയായിരിക്കാം എന്നെല്ലാം ഏകദേശം ഒരു ക്യാരക്ടർ, അവന്റെ ക്യാരക്ടർ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സൈക്കാട്രിസ്റ്റിനെ ഇവർ കൊണ്ടുവന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ആ ഒരു സൈക്കാട്രിസ്റ്റ് മനസ്സിലാക്കിയ കാര്യങ്ങളെല്ലാം ഈ രണ്ടുപേരോടും അയാൾ പറയുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് കാണിക്കുമ്പോൾ റെയിൽവേ ട്രാക്കിലായിട്ട് ഒരു ചെറിയ പയ്യൻ ഒരു നാണയം വെച്ച് ആ ഒരു ട്രെയിൻ അത് കയറി പോകുന്നത് കണ്ട് അത് കഴിഞ്ഞിട്ട് അത് എടുത്ത് കയ്യിൽ വെക്കുമ്പോൾ കൊണ്ടുപോയി കൊന്നതിന് ശേഷം ആ ഒരു പയ്യനെ തന്നെ കടിച്ച് തിന്നുകയാണ്. ഇതെന്ത് വൈകൃതമാണെന്ന് നമുക്ക് അറിയത്തില്ല, എന്നിരുന്നാലും ഒരു വല്ലാത്ത കൊലയാളിയാണ് ഇവൻ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ സൈക്കാട്രിസ്റ്റ് ഉണ്ടല്ലോ, പുള്ളിക്കാരൻ ഈ ഒരു കൊലയാളിക്ക് ഒരു പേരിട്ടിട്ടുണ്ട്, സിറ്റിസൺ എക്സ്. അതുമല്ല, അവനെ പറ്റി താൻ മനസ്സിലാക്കിയ കാര്യങ്ങളെല്ലാം ഒരു പേപ്പറിൽ എഴുതി അത് നമ്മുടെ വിക്ടറിന് കൊടുക്കുമ്പോൾ അതിൽ എഴുതിയിരിക്കുന്ന പ്രധാന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ആ ഒരു സൈക്കോ കൊലയാളിക്ക് ഒരു ലൈംഗിക പ്രശ്നമുണ്ട്. അതുമല്ല, ഒരുപാട് ചെറിയ കുട്ടികളെയാണ് കൊണ്ടുപോകുന്നത്. അങ്ങനെയാണെങ്കിൽ കുട്ടികളുമായി ജോലി ചെയ്യുന്ന എന്തെങ്കിലും ഒരു ജോലിയായിരിക്കാം, ഒരുപക്ഷെ ടീച്ചർ അല്ലെങ്കിൽ ഒരു ടേക്ക് കെയർ നടത്തുന്ന ആള്. ഇങ്ങനെ ആ ഒരു ഡോക്ടർ കണ്ടുപിടിച്ച കാര്യങ്ങളെല്ലാം നമ്മുടെ വിക്ടറിനോട് പറഞ്ഞു കൊടുക്കുന്നു.
അത് കഴിഞ്ഞിട്ട് വീണ്ടും കാണിക്കുമ്പോൾ ഇപ്പോൾ മറ്റൊരാളുടെ ശരീരവും ഇതുപോലെ ഒരു സൂര്യകാന്തി തോട്ടത്തിൽ നിന്നും ഇവർ കണ്ടുപിടിക്കുന്നുണ്ട്. ഈ കൊലയാളിയാണെങ്കിൽ കൊലകൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇവർക്ക് ഇത്ര വർഷം കഴിഞ്ഞിട്ടും ഇപ്പൊ തന്നെ ഒരു 6-7 വർഷം കഴിഞ്ഞു, എന്നിട്ടും ആ ഒരു കൊലയാളിയെ കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അതുപോലെ മറ്റൊരു കാര്യം കൂടി നമ്മൾ നോക്കണം, കാലഘട്ടം വേറെയാണ്. അങ്ങനെ ഒരുപാട് നാളുകൾക്ക് ശേഷം നമ്മുടെ വിക്ടർ ഇപ്പോൾ ആ ഒരു കേണലിനെ കാണാനായിട്ട് വരുമ്പോൾ ഈ കമ്മിറ്റിയിലുള്ള ആരും അവിടെ ഇല്ല. എന്താണ് കാര്യം എന്ന് ചോദിക്കുമ്പോഴത്തേക്കാണ് കേണൽ പറയുന്നത്, അവരാരും ഇനി ഈ ഒരു സ്ഥാനത്ത് ഉണ്ടാവത്തില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എനിക്ക് തീരുമാനം എടുക്കാം. നിനക്കാണെങ്കിൽ സ്ഥാനക്കയറ്റം ഒന്നുകൂടി മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് എന്തുവാണെങ്കിലും ഇനി ഈ ഒരു കേസിൽ ചെയ്യാന്ന് പറയുന്നതും ഇതാണ് ഇവർക്ക് രണ്ടുപേർക്കും ശരിയായിട്ടുള്ള കാര്യം. കാരണം ഇത്രയും കാലം ആ ഒരു കമ്മിറ്റിയിലുള്ള ആളുകൾ പറയുന്നത് കേട്ടാണ് ഇവർ ഓരോ കാര്യങ്ങൾ ചെയ്തിരുന്നത്. പക്ഷെ ഇനി അങ്ങനെയില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ വിക്ടർ ഇപ്പോൾ ഒരു പുതിയ പ്ലാൻ കൊണ്ടുവന്നിരിക്കുകയാണ്. ഇത് ഒരുപാട് കാലമായിട്ട് വിക്ടറിന്റെ മനസ്സിലുണ്ട്, പക്ഷെ അവരുള്ളത് കൊണ്ട് ഇത് പറയാൻ കഴിയത്തില്ല എന്നേ ഉള്ളൂ. ഇപ്പൊ അവരില്ലാത്തത് കൊണ്ട് ഈ ഒരു പ്ലാൻ ഇപ്പൊ ചെയ്യാൻ പോവാണ്. വേറെ ഒന്നുമല്ല, ഈ ഒരു പ്രദേശത്തായിട്ട് ഒരു 3 റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. ഒരു വലിയ സ്റ്റേഷനും 2 ചെറിയ സ്റ്റേഷനുകളും. ഇപ്പൊ ഈ ഒരു സ്റ്റേഷനുകളിൽ നിന്നാണ് ആ ഒരു കൊലയാളി ആളുകളെ കൊണ്ടുപോകുന്നത്. ഓരോ സ്റ്റേഷനുകളിലും പോലീസുകാരെ നിർത്തുക, എന്നിട്ട് അസാധാരണമായിട്ട് ആരെങ്കിലും ആരോട് സംസാരിക്കുകയോ അല്ലെങ്കിൽ ചെറിയ കുട്ടികളോട് സംസാരിക്കുകയോ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ അടുത്തേക്ക് ചെന്ന് അവരെ ചോദ്യം ചെയ്ത് അവരെ പറ്റിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം എഴുതി വാങ്ങിക്കുക. ഇത് പിന്നീട് ഇവർ പരിശോധിക്കും. അതിലൂടെ കൊലയാളിയെ കണ്ടുപിടിക്കുക എന്നുള്ള രീതിയിലാണ് നമ്മുടെ ഹീറോ പുതിയൊരു പ്ലാൻ ഇപ്പോൾ പറയുന്നത്. അപ്പോൾ നമ്മുടെ കേണലിനും അത് ഓക്കെ ആയിട്ട് ഇപ്പോൾ കേണലായാലും പോലീസുകാരെല്ലാം വിളിച്ചു നിർത്തി അവരോട് എല്ലാവരോടും ഈ ഒരു കാര്യം പറഞ്ഞ് 24 മണിക്കൂറും സ്റ്റേഷനിലെ ആള് മാറി മാറി വേണം എന്നുള്ള രീതിയിൽ എല്ലാവരും അവിടെ നിന്ന് പറഞ്ഞു വിടുന്നു. അങ്ങനെ നമ്മുടെ വിക്ടർ പ്ലാൻ ചെയ്തതുപോലെ തന്നെ പോലീസുകാർ ഈ ഒരു സ്റ്റേഷനുകളിലായിട്ട് വന്ന് നിൽക്കുന്നതും ഇപ്പൊ ആ ഒരു സൈക്കോ കില്ലർ സ്റ്റേഷനകത്തേക്ക് വന്ന് ഓരോരുത്തരായിട്ട് ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഈ ഒരു പോലീസുകാരെ കാണുന്നുണ്ട്. അതുമല്ല അവിടെ ഒറ്റയ്ക്കിരിക്കുന്ന ഒരു ചെറിയ പെൺകുട്ടിയെ കാണുമ്പോൾ ഈ സൈക്കോയ്ക്ക് ആ ഒരു പെൺകുട്ടിയുടെ അടുത്തേക്ക് ചെല്ലാൻ കഴിയത്തില്ല. കാരണം പോലീസുകാർ നിൽക്കുന്നത് കൊണ്ട് തന്നെ അവരൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. അങ്ങനെ സൈക്കോ കില്ലർ അവിടെ നിന്നൊരു ട്രെയിനിൽ കയറി അടുത്തൊരു സ്റ്റേഷനിലേക്ക് ചെല്ലുമ്പോൾ അവിടെയും ഒരു ചെറിയ പെൺകുട്ടി ഒറ്റയ്ക്ക് നിൽക്കുന്നുണ്ട്. പക്ഷെ അവരുടെ പുറകെയും പോലീസുകാർ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇപ്പൊ ആ ഒരു സൈക്കോയ്ക്കാണെങ്കിലോ ഈ ഒരു പെൺകുട്ടിയെ കൊണ്ടുപോകാനായിട്ട് കഴിയുന്നില്ല. അത് കഴിഞ്ഞിട്ട് അടുത്തൊരു സ്റ്റേഷനിലേക്കും അയാൾ പോകുന്നുണ്ട്. അങ്ങനെ ഈ ഒരു കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ട് ഇപ്പൊ ഏകദേശം 3 ദിവസമായി. അതുകൊണ്ട് തന്നെ വിക്ടറും കേണലും ഓരോ സ്റ്റേഷനിലേക്കും ചെന്നിട്ട് അവിടെയുള്ള പോലീസുകാരുണ്ടല്ലോ, അവർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ കിട്ടിയോ, നിങ്ങൾ അന്വേഷിച്ച കാര്യം എന്താണ് എന്നുള്ള രീതിയിൽ അവരുടെ കയ്യിലുള്ള പേപ്പറെല്ലാം വാങ്ങി അതിൽ ആരുടെയൊക്കെ പേരാണ് എഴുതിയിരിക്കുന്നത്, എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് എന്നെല്ലാം ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ ഇവർ സംശയിക്കുന്നത് പോലെ ഒരാളുടെ പേരില്ല. അതുകൊണ്ട് തന്നെ അടുത്തൊരു സ്റ്റേഷനിലേക്ക് ചെന്ന്, അതൊരു ഒഴിഞ്ഞ സ്റ്റേഷനാണ്, ചെറിയൊരു സ്റ്റേഷൻ. അവിടേക്ക് ചെല്ലുമ്പോൾ അവിടെ നിൽക്കുന്ന ആ ഒരു പോലീസുകാരൻ ഒരു കാടിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി വരുന്നു. അല്ല, നിന്റെ കൂടെയുള്ള പോലീസുകാരൻ എവിടെയെന്ന് ചോദിക്കുമ്പോൾ അയാൾക്ക് അസുഖമായതുകൊണ്ട് ലീവ് എടുത്തേക്കാണ്, ഞാൻ മാത്രമേ ഉള്ളൂ. ഓക്കെ, നീ റിപ്പോർട്ട് ചെയ്ത കാര്യങ്ങളൊക്കെ എന്തെന്ന് ചോദിക്കുമ്പോൾ അവനായാലും പേപ്പർ എടുത്ത് ഇങ്ങനെ കാണിക്കും. അപ്പൊ അതിൽ ഒരു പേപ്പറിൽ മാത്രം പ്രത്യേകം ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. അല്ല, ഇതെന്താ ഇങ്ങനെ എഴുതിയേക്കുന്നത് ചോദിക്കുമ്പോൾ ഇല്ല, ഒരാളെ ഞാൻ കണ്ടിരുന്നു, ഇതുപോലെ കാടിനുള്ളിൽ നിന്നാണ് അയാൾ വെളിയിലേക്ക് വന്നത്. അതുപോലെ അയാളുടെ ദേഹം മുഴുവൻ അഴുക്കുണ്ടായിരുന്നു. കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ അയാൾ ഒരുപാട് ദൂരം നടന്നു വന്നു എന്നൊക്കെയാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് എഴുതി വെച്ചിട്ടുള്ളത് എന്ന് പറയുമ്പോഴത്തേക്കും അതിൽ എഴുതിയിരിക്കുന്ന ആ ഒരാളുടെ പേര് വായിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ കേണൽ ഒരു കാര്യം മനസ്സിലാക്കുന്നത്. കേണൽ ഇപ്പോൾ പറയും, വിക്ടർ, നീ ഒരാളുടെ പേര് ഓർക്കുന്നുണ്ടോ? ചിക്കാറ്റിലോ. കാരണം ആ ഒരു സൈക്കോയുടെ പേര് ചിക്കാറ്റിലോ എന്നാണ്. ഇയാളെ നമ്മൾ ഒരു തവണ പിടികൂടിയിട്ടുണ്ട് എന്ന് ഞാൻ പറയുമ്പോൾ വിക്ടർ അയാളെ കുറച്ചു നേരം ആലോചിച്ചിട്ട് ആ ഒരു പോലീസുകാരനോട് ചോദിക്കും, അയാളുടെ കയ്യിൽ ഒരു ബാഗ് ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അതെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നതും ഓക്കെ, കൺഫേം ആയി ഇവർ അന്ന് പിടിച്ച അവൻ തന്നെയാണ് കൊലയാളി എന്ന് മനസ്സിലാക്കിയിട്ട് ഉടനെ തന്നെ ബാക്കിയുള്ള സൈനികരെ ഇവിടേക്ക് വിളിച്ചു വരുത്താൻ പറയും. അങ്ങനെ ഇവരായാലും ആ ഒരു സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്ത് നിന്ന് കുറെ കഴിയുമ്പോഴത്തേക്കും സൈനികർ വന്നിട്ട് ആ ഒരു സൈക്കോ കയറി വന്ന ആ ഒരു വഴിയുണ്ടല്ലോ, അതിനുള്ളിലൂടെ ആ ഒരു പ്രദേശം മുഴുവനായിട്ട് പരിശോധിക്കുമ്പോൾ അവിടെ ഈ ഒരു ചെറിയ പെൺകുട്ടിയുടെ ശരീരം അവർ കണ്ടെത്തുന്നുണ്ട്. ഇത് കാണുമ്പോഴത്തേക്കും ഇവിടെ കാവലിൽ നിന്ന് ആ ഒരു പോലീസുകാരൻ, അയാൾക്ക് നല്ല വിഷമമുണ്ട്, പെട്ടെന്ന് ഒരു മരത്തിനടുത്തേക്ക് മാറി നിന്ന് അയാൾ തല കൊണ്ട് അതിലേക്ക് ഇടിച്ചിട്ട് കരയാണ്. വിക്ടർ വന്ന് കാര്യം ചോദിക്കുമ്പോഴത്തേക്കാണ് ആ ഒരു പോലീസുകാരൻ പറയുന്നത്, ഞാൻ കാരണം ഒരു ചെറിയ പെൺകുട്ടി മരിച്ചു, അതും 16 വയസ്സ് മാത്രമേ ഉള്ള ആ ഒരു പെൺകുട്ടിക്ക് എന്നും പറഞ്ഞ അയാൾ കരയുന്നുണ്ട്. അപ്പോൾ വിക്ടർ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല, കാരണം ആ ഒരു കൊലയാളിയെ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്നു, അവനെ അറസ്റ്റ് ചെയ്യാനായിട്ട് സഹായിച്ചത് തന്നെ നിങ്ങളാണ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു പോലീസുകാരനെ സമാധാനിപ്പിച്ചേ. അത് കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്കും ഈ ഒരു സൈക്കോ കില്ലർ ഉണ്ടല്ലോ, അയാൾ ഇത്രയും പേരെ കൊന്നിട്ട് ഒരു കൂസലും ഇല്ലാതെ സുഖമായിട്ട് ഇങ്ങനെ നടക്കാണ്. സത്യം പറയാലോ, കാണുമ്പോൾ തന്നെ ദേഷ്യം വരും, ഒരു അടി അടിച്ചു കൊടുക്കാൻ തോന്നും. അങ്ങനെ അയാളായാലും ഇപ്പോൾ ഒരു ഷോപ്പിനടുത്തേക്ക് ചെന്ന് എന്തോ സാധനം വാങ്ങി തിരിച്ചു വരുമ്പോൾ പുറകെ തന്നെ ഒരുപാട് പോലീസുകാർ വന്ന് അയാളെ അങ്ങ് വളയുകയാണ്. കാരണം ഇയാളാണ് കുറ്റവാളി എന്നുള്ള കാര്യം ഇവർ കണ്ടുപിടിച്ചു. അതുകൊണ്ട് തന്നെ ഈ ഒരു സൈക്കോ കില്ലറിനെ അവർ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയും ചെയ്തു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ആ ഒരു സൈക്കോ കുറ്റവാളിയെ നേരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്ന് ഇപ്പൊ അയാളുടെ വസ്ത്രങ്ങളെല്ലാം ഊരിയിട്ട് അതെല്ലാം പരിശോധിക്കുകയാണ്. അതേപോലെ തന്നെ അവിടെയുള്ള ഒരു ഡോക്ടർ അയാളുടെ പീനസ് അത് പരിശോധിക്കുമ്പോഴത്തേക്കും അതിലെന്തോ ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ഇതെങ്ങനെയാണ് സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ ആ ഒരു സൈക്കോ പറയും, അതെനിക്ക് അറിയത്തില്ലാന്ന്. അത് കഴിഞ്ഞിട്ട് ഈ ഒരു 5 അംഗം ചേർന്ന് കൊണ്ടുവന്ന ഒരു പ്രോസിക്യൂട്ടർ ഉണ്ടല്ലോ, അയാളാണ് ഈ ഒരു സൈക്കോ കൊലയാളിയെ ചോദ്യം ചെയ്യുന്നത്. ഇത്രയും പേരെ കൊന്ന് അവരുടെ പ്രൈവറ്റ് പാർട്ടെല്ലാം മുറിച്ചിട്ട്
നിനക്കത് സമ്മതിക്കാൻ ഇത്ര പാടെന്താ? നിനക്ക് ഒട്ടും കുറ്റബോധം തോന്നില്ലേ? ഇത്രയും കുട്ടികളെ കൊന്നിട്ടെന്നെല്ലാം ചോദിച്ച് ദേഷ്യപ്പെട്ട് തന്നെ ആ ഒരു സൈക്കോയോട് സംസാരിക്കുന്നു. അതുമല്ല, ഈ ഒരാളെ ചോദ്യം ചെയ്യാൻ വേണ്ടി വെറും ഒരാഴ്ച മാത്രമേ ഉള്ളൂ. ആ ഒരാഴ്ചയ്ക്കുള്ളിൽ അയാളെ ചോദ്യം ചെയ്ത് കുറ്റസമ്മതം നടത്തിയില്ലാന്നുണ്ടെങ്കിൽ അയാളെ വെറുതെ വിടേണ്ടി വരും. ഈ ഒരു പ്രോസിക്യൂട്ടർ ആണെങ്കിലും സാധാരണ രീതിയിലൊന്നല്ല ചോദ്യം ചോദിക്കുന്നത്, നല്ല ദേഷ്യപ്പെട്ട് അയാളെ പറഞ്ഞ് വെറുതെ പേടിപ്പിക്കുകയാണ്. അപ്പൊ ഇത് കാണുന്ന നമ്മുടെ ഹീറോയ്ക്കും ആ ഒരു കേണലിനും ഇത് ശരിയായിട്ട് തോന്നില്ല. കാരണം ഇങ്ങനെ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും അവൻ സത്യം പറയാൻ പോകുന്നില്ല. അതുകൊണ്ട് ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ എന്ന് ആ ഒരു പ്രോസിക്യൂട്ടറിനോട് ചോദിച്ചു നോക്കുന്നുണ്ടെങ്കിലും അയാൾ അതിനൊരിക്കലും സമ്മതിക്കില്ല. അയാൾ പറയും, ഞാൻ തന്നെ അവനെ ചോദ്യം ചെയ്യും, അവൻ കൊലയാളിയാണെന്ന് ഞാൻ തന്നെ തെളിയിക്കുമെന്ന് പറഞ്ഞിട്ട് അയാൾ അടുത്ത ദിവസവും വരികയാണ്. ഇപ്പോൾ ആകെയുള്ളത് 2 ദിവസം മാത്രം. അങ്ങനെ ഇത്തവണയും ആ ഒരു പ്രോസിക്യൂട്ടർ വന്ന് ഇയാളോട് ദേഷ്യപ്പെട്ട് ചോദിക്കുമ്പോൾ അയാൾ പറയും, ഞാൻ നാളെ എല്ലാ സത്യങ്ങളും പറയാം എന്നിങ്ങനെ പറയുമ്പോൾ അതും കേട്ട് ഇയാൾ വെളിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ വേറെ വഴിയില്ല. അപ്പോഴും നമ്മുടെ വിക്ടർ വന്ന് ചോദിക്കുന്നുണ്ട്, എനിക്കൊരു അവസരം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു പ്രോസിക്യൂട്ടർ ആയാലും അതിന് സമ്മതിക്കുന്നതും വിക്ടർ ഇപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ആ ഒരു സൈക്കാട്രിസ്റ്റ് ഉണ്ടല്ലോ അയാളെ ഇതിനകത്തേക്ക് പറഞ്ഞു വിടും. ഇപ്പൊ ആ ഒരു സൈക്കാട്രിസ്റ്റ് വന്ന് ഈ ഒരു കൊലയാളിയെ പറ്റി നമ്മുടെ സൈക്കാട്രിസ്റ്റ് എഴുതിയ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ ആ ഒരു പേപ്പർ എടുത്ത് മുന്നിലേക്ക് വെച്ചിട്ട്, നിനക്ക് ഞാൻ ഇട്ടിരിക്കുന്ന പേര് സിറ്റിസൺ എക്സ് എന്നാണ്. ഞാനൊരു സൈക്കാട്രിസ്റ്റ് ആണ്. നിന്നെ പറ്റിയ ഒരു ബുക്ക് 3 വർഷം മുന്നേ ഞാൻ എഴുതിയിട്ടുണ്ട്. അത് ഏകദേശം നിന്റെ ഒരു ക്യാരക്ടർ എങ്ങനെയാണെന്നാണ് എഴുതിയിട്ടുള്ളത്. ഓക്കെ, അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ വായിക്കാം എന്നും പറഞ്ഞ് ഈ ഒരു സൈക്കോ കൊലയാളി അവൻ കുട്ടിക്കാലത്ത് അവന്റെ മാനസികാവസ്ഥ അല്ലെങ്കിൽ അവന്റെ ജീവിത രീതി എങ്ങനെയൊക്കെ ആയിരിക്കാം. ഇപ്പോൾ കുട്ടിക്കാലം മുതൽ തന്നെ ഒരാൾ മാനസികമായിട്ടും അയാൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ അയാൾ വളർന്നു വരുമ്പോഴായാലും ഒരു സൈക്കോ അല്ലെങ്കിൽ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന ഒരാൾ ഈ ഒരു രീതിയിൽ അയാളുടെ മനസ്സ് മാറത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ നിനക്ക് കുട്ടിക്കാലത്ത് മറ്റുള്ളവരിൽ നിന്ന് വിഭജനം അല്ലെങ്കിൽ ഒരുപാട് പീഡനങ്ങൾ, ഒരുപാട് വിഷമങ്ങൾ, ഒറ്റപ്പെടുത്തലുകൾ ഇതെല്ലാം അനുഭവിക്കേണ്ടി വന്നു കാണും. അതേപോലെ തന്നെ ലൈംഗികമായിട്ട് നിന്നെ ആരും ശ്രദ്ധിക്കുന്നില്ല. അങ്ങനെ വരുമ്പോൾ ചുറ്റുമുള്ളവരെ നിനക്ക് ഫേസ് ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ട്, അവരോട് ഇടപഴകാനായിട്ടുള്ള പാട്, സ്ത്രീകളോടും കുട്ടികളോടും സംസാരിക്കാനുള്ള പാട്, ഈ ഒരു കാരണങ്ങളെല്ലാം കൊണ്ടല്ലേ നീ ഒരുപാട് പേരെ കൊന്ന് അവരെ ലൈംഗികമായിട്ട് പീഡിപ്പിച്ചതിന് ശേഷം ഓരോ വൈകൃതങ്ങളായിട്ടുള്ള കാര്യങ്ങൾ കാണിക്കുന്നത്. അതേപോലെ തന്നെ ഓരോ കുട്ടികളുടെയും കണ്ണ് നീ ചൂഴ്ന്നെടുക്കുന്നതിന് കാരണം നീ അവരെ പീഡിപ്പിച്ച് കൊല്ലുമ്പോൾ അവരുടെ കണ്ണില് നീ പതിയുന്നുണ്ട് എന്നുള്ള ആ ഒരു തോന്നല്, അതുകൊണ്ടല്ലേ നീ അതെല്ലാം ചെയ്യുന്നത് എന്നെല്ലാം ചോദിക്കുമ്പോൾ ഈ ഒരു സൈക്കോ അതെല്ലാം സമ്മതിക്കുകയാണ്. അതേപോലെ തന്നെ ഒരുപാട് പേരെ കൊന്നതിന് ശേഷം ഈ ഒരു മാസ്റ്റർബേഷൻ ഉണ്ടല്ലോ അത് ചെയ്ത് ആ ഒരു സെമൻ അവരുടെ മുകളിലേക്ക് ഇടുന്നത്, അല്ലെങ്കിൽ അവരെ കൊല്ലുന്ന സമയത്ത് തന്നെ അതുപോലെ ചെയ്യുന്നത്, ഇങ്ങനെ പല രീതിയിലുള്ള ലൈംഗിക വൈകൃതങ്ങളായിട്ടുള്ള കാര്യങ്ങളും ഈ ഒരു സൈക്കോ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിനെപ്പറ്റിയെല്ലാം ഓരോന്നായിട്ട് ആ ഒരു സൈക്കാട്രിസ്റ്റ് അയാളോട് പറയുമ്പോഴത്തേക്കും അതെല്ലാം ആ ഒരു സൈക്കോ കില്ലർ സമ്മതിച്ചു കൊടുക്കാണ്. അതിലൂടെ തന്നെ അവൻ കുറ്റസമ്മതം നടത്തുന്നു. ഇങ്ങനെ നമ്മുടെ വിക്ടർ ഒരു വിധത്തിൽ ആ ഒരു സൈക്കാട്രിസ്റ്റിനെ വെച്ച് അവസാനം ആ ഒരു 52 പേരെ കൊന്നതും താനാണെന്ന് ആ ഒരു കുറ്റവാളിയെ കൊണ്ട് ഇവർ സമ്മതിപ്പിച്ചു. അപ്പൊ ഇതെല്ലാം കാണുന്ന ആ ഒരു പ്രോസിക്യൂട്ടർ ആയാലും ഇവരെ 2 പേരെ അഭിനന്ദിക്കുന്നുണ്ട്. കാരണം അയാളെ കൊണ്ട് ചെയ്യാൻ കഴിയാത്ത കാര്യമാണ് ഇവർ ചെയ്തിട്ടുള്ളത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവരെല്ലാവരും സ്റ്റേഷനിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ അവിടെയുള്ള എല്ലാ ജനങ്ങളും ആ ഒരു കൊലയാളിയെ വെളിയിലേക്ക് വിടും, അവന്റെ കാര്യം ഞങ്ങൾ നോക്കിക്കൊള്ളാം എന്നെല്ലാം പറഞ്ഞ് ദേഷ്യം കൊണ്ട് ഇങ്ങനെ നിൽക്കാണ്. അപ്പോഴേക്കാണ് ഒരു പോലീസുകാരനകത്തേക്ക് വന്നിട്ട് ഇത്രയും വർഷമായിട്ട് ഈ ഒരു കാര്യങ്ങളെല്ലാം ചെയ്യുന്ന കൊലയാളികളെ കണ്ടുപിടിച്ച ഉദ്യോഗസ്ഥരാണത് എന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു ജനങ്ങളെല്ലാം നമ്മുടെ വിക്ടറിന് വേണ്ടി കൈയടിക്കുകയാണ്. കാരണം അവൻ അത്രയും വലിയൊരു കാര്യമാണ് ചെയ്തിട്ടുള്ളത്. ഏകദേശം 8 വർഷം ഒരു കൊലയാളിയുടെ പുറകെ, അതും 52 പേരെ കൊന്ന ഒരു കൊലയാളി. അങ്ങനെ ആൻഡ്രി ചിക്കാറ്റിലിയെ അത് കഴിഞ്ഞ് ഒരു 3 കൊലപാതകങ്ങൾ കൂടി അവൻ ചെയ്തിരുന്നു. അവരുടെ ശരീരം കണ്ടുപിടിക്കാനായിട്ട് ആ ഒരു സ്ഥലത്തേക്ക് തെളിവെടുപ്പിനായിട്ട് കൊണ്ടുപോവാണ്. അതുപോലെ 1984 ഇവന്റെ ആ ഒരു രക്തം ടെസ്റ്റ് ചെയ്തിട്ട് ഫേക്ക് ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞിരുന്നല്ലോ, അതിനെപ്പറ്റിയുള്ള ഒരു കാര്യവും പിന്നീട് ചർച്ച ചെയ്തിട്ടില്ല. അതുപോലെ ഇപ്പൊ അവസാനമായിട്ട് 3 പേരുടെ ശരീരം കൂടി കണ്ടുപിടിച്ചെന്ന് പറഞ്ഞല്ലോ, അതുകൂടി ചേർത്ത് ഇവൻ കൊന്ന ആളുകളുടെ എണ്ണം എത്രയാണെന്നറിയോ? 52 പേര്. അതിൽ 35 പേരും 17 വയസ്സിൽ താഴെയുള്ള കുട്ടികളാണ്. അങ്ങനെ അവസാനം ആ ഒരു സൈക്കോ കൊലയാളിക്ക് വധശിക്ഷയാണ് വിധിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ ഒരു മൂവിയിൽ കാണിക്കുമ്പോൾ ആ ഒരു കൊലയാളിയെ ഇപ്പോൾ നേരെ ഒരു സെല്ലിനകത്തേക്ക് കൊണ്ടുവന്നിട്ട് അവന്റെ തലയുടെ പുറകിലായിട്ട് ഒരു തോക്ക് വെച്ച് ഷൂട്ട് ചെയ്യുന്നത് പോലെ കാണിച്ച് ഈ ഒരു മൂവിയും ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. സത്യം പറയല്ലോ, ഇത് യഥാർത്ഥം നടന്നൊരു സംഭവമാണെന്ന് അറിഞ്ഞപ്പോഴത്തേക്കും വല്ലാണ്ടായിപ്പോയി. ആ ഒരു കൊലയാളിയെ പറ്റി ഞാൻ വിക്കിപീഡിയയിലെല്ലാം സെർച്ച് ചെയ്ത് നോക്കിയിരുന്നു. അതിലും അയാളെ പറ്റിയുള്ള ഒരുപാട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അയാളുടെ ഫോട്ടോ ഇവിടെ കാണിക്കുന്നത് കൊണ്ട് കുഴപ്പമുണ്ടോ ഇല്ലെന്ന് എനിക്ക് അറിയത്തില്ല. ആൻഡ്രി ചിക്കാറ്റില്ലോ എന്നുള്ള പേര് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ തന്നെ യഥാർത്ഥ ആ ഒരു കൊലയാളിയുടെ ഫോട്ടോ നിങ്ങൾക്ക് കാണാൻ കഴിയും. മൊത്തത്തിൽ അയാൾ 52 പേരെ കൊന്നെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ 53 എന്നാണ് മറ്റു ചിലർ പറയുന്നത്. മൊത്തത്തിൽ ക്ലെയിം ചെയ്യുന്നത് 56 പേരെന്നാണ്. അതും 1978 മുതൽ 1990 കാലഘട്ടം വരെ. ആലോചിച്ച് നോക്കണം, ഒരു മനുഷ്യൻ അത്രയും പേരെ കൊല്ലണമെന്നുണ്ടെങ്കിൽ. ഓക്കെ, എന്തായാലും ഈ ഒരു മൂവി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അടുത്തൊരു നല്ല മൂവിയായിട്ട് ഉടനെ തന്നെ വരാം. അതുവരെയ്ക്കും ബൈ.